കമൻറ്റിലില്ല വിധവയാണെന്നുള്ള കമൻറ്റ് വന്നു. ഈ വിധവ എന്ന് പറയുന്നത് എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കിടക്കുന്നത്. എനിക്ക് കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാറുണ്ട്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഉണ്ട്, ഞങ്ങൾ കഴിഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുമ്പ് തന്നെ തുടക്കത്തിൽ സാജിദ സാജിയുടെ ഒരു പ്രഖ്യാപനം അഥവാ ഒരു ലൈവ് ഇതിൽ ചേർത്തിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിഞ്ഞു, ആ വിവാഹം കഴിഞ്ഞു എന്നത് ആ സ്ത്രീ അറിയിക്കും ജനങ്ങളോട്, തൻ്റെ പ്രേക്ഷകരോട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാത്രമല്ല സാജിദ സാജി എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴും ഒരു ഫാമിലി വ്ളോഗറാണ്. ആ ഫാമിലി വ്ളോഗർക്ക് അത്ര പറയാൻ, ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഗുണപരമായ സന്ദേശങ്ങളൊന്നും എന്താണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ. അടുക്കള കാര്യവും തങ്ങളുടെ കുട്ടികളുടെ കാര്യവും അല്ലാതെ വേറെ ഒന്നും ആ സാജിദ സാജി തൻ്റെ വ്ളോഗുകളിലൂടെ ജനങ്ങളോട് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വിവരം വന്നിരിക്കുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നാണ് സാജിദ പറയുന്നത്. ആ വ്ളോഗിൻ്റെ തുടക്കഭാഗമാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. ആ മഹർ സാജിദ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് തൻ്റെ കവുത്തിൽ നിന്ന്. ആ കവുത്തിൻ്റെ സിംഹഭാഗവും വെളിപ്പെടുത്തിക്കൊണ്ട് ഇതാ തനിക്ക് കിട്ടിയിട്ടുള്ള മഹർ എന്ന് ആ സാജിദ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. ആ മഹർ എത്ര പവനാണെന്നും അത് എത്രയാണെന്നും ഒന്നും ആളുകൾ ചോദിച്ചിട്ടുമില്ല, അവൾ പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല അവൾ ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് പറയുന്നത് യൂട്യൂബ് റീച്ചാണ്. യൂട്യൂബ് അവൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുക വഴി ജനങ്ങൾ അവളിൽ നിന്ന് ഒരു ഫാമിലി വ്ളോഗർ, തീർച്ചയായിട്ടും 5 മക്കളുടെ ഒരു മാതാവാണ്. ആ 5 മക്കളുടെ പിതാവ് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ളതാണ്. ആ മരണപ്പെട്ട ആ യത്തീം മക്കളുടെ, അതാണ് യത്തീമിനോടുള്ള ഒരു പ്രതിബദ്ധത, വിധവയോടുള്ള സമൂഹത്തിൻ്റെ ഒരു നിലപാട്, അതുമാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്രയും റീച്ച് ഉണ്ടാവാൻ സാജിദ സാജിക്ക് കാരണമായത്. കേവലം ചില ആളുകളൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ ചെയ്യാറുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. കാരണം ആക്ഷൻ വ്ളോഗ് ചെയ്യുമ്പോൾ സ്വാഭാവികം മാത്രമാണ് റിയാക്ഷൻ വ്ളോഗുകൾ ഉണ്ടാവും. അതിന് നമ്മൾ പൊറുതികേട് കാണിച്ചിട്ട് കാര്യമില്ല, വെറുപ്പ് കാണിച്ചിട്ട് കാര്യമില്ല, അതൃപ്തി കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് യൂട്യൂബ് ആരുടെയും തറവാട് സ്വത്തൊന്നുമല്ല. അപ്പോൾ എൻ്റെ തമ്പനയിലിൽ നിന്ന് സ്വീകരിക്കുന്നു, എൻ്റെ വീഡിയോയിൽ നിന്ന് എടുത്തു പറയുന്നു. അത് ഈ സാധ്യതക്ക് അറിയാത്തത് കൊണ്ടാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് റിയാക്ഷൻ വ്ളോഗുകൾ തന്നെ ഉണ്ടാവും. റിയാക്ഷൻ വ്ളോഗ് ചെയ്യും, അത് തമ്പനയിലിൽ നിന്ന് എടുക്കാറുണ്ട്, വീഡിയോയിൽ നിന്ന് അല്പമൊക്കെ എടുക്കാറുണ്ട് എല്ലാവരുടേതും. അല്ലാതെ ഇത് ഒരു ടീമിന് മാത്രമായിട്ട് ഈ യൂട്യൂബ് തറവാട് സ്വത്തായിട്ട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എല്ലാവരും റിയാക്ഷൻ വ്ളോഗുകൾ ചെയ്യും. അതിനൊക്കെ ഒരുക്കമാണെങ്കിൽ മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും അതറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക പാഠം പോലും സാജിദ സാജിക്ക് അറിയുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ആദ്യത്തെ സാജിദ സാജി അല്ല ഇപ്പോൾ. തികഞ്ഞ അഹങ്കാരവും ഗർവും ഈ പെണ്ണിൽ പ്രകടമായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആദ്യമുണ്ടായിരുന്ന ആ ശൈലിയിൽ നിന്ന് മാറി ഒരു അതികഠിനമായ ആർഭാടപ്രിയത, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന വാക്ക് ഒഴിച്ച് ആ സ്ത്രീയുടെ മറ്റു പ്രകടനങ്ങളിലൊന്നും തന്നെ ഇസ്ലാമിക സ്പർശം നിലനിൽക്കുന്നില്ല. വെറും സലാമു പറയുന്നുണ്ട്. ആ സലാം ഒഴിച്ച് മറ്റൊന്നും തന്നെ ആ സ്ത്രീയുടെ വ്ളോഗുകളിൽ മതപരമായത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എന്നിരുന്നിട്ടും ആളുകൾ, ആ സ്ത്രീയുടെ പ്രേക്ഷകർ കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തു കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ. അതാ ഞാൻ പറഞ്ഞത്, ആർക്കും കിട്ടാത്ത, മോണിറ്റൈസ് പോലും ആവാൻ മാസങ്ങളോളവും വർഷങ്ങളോളവും കാത്തു നിൽക്കുന്ന ആളുകളാണ്. എനിക്കും എൻ്റെ വ്ളോഗ് ശരിയായിട്ടില്ല, എൻ്റെ വ്ളോഗ് ഇപ്പോഴും മോണിറ്റൈസ് കിട്ടിയിട്ടില്ല, എൻ്റെ വ്ളോഗ് 20-30 വ്യൂസാണ്. മാത്രമല്ല പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കേവലം ഒരു 10K അല്ലെങ്കിൽ ഒരു 15K സബ്സ്ക്രൈബറായിട്ട് പോലും എനിക്ക് ഇതുവരെ മോണിറ്റൈസ് ആകുന്നില്ല, 100-ൽ താഴെയാണ് എൻ്റെ വ്യൂസ് എന്ന് കരഞ്ഞു പറയുന്ന വ്ളോഗർമാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ സമയത്താണ് വളരെ ചെറിയ ഒരു കാലം കൊണ്ട് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യപ്പെട്ട 4 ലക്ഷത്തിലധികം സബ്സ്ക്രൈബറുമായി സമൂഹ മധ്യത്തിൽ സ്വീകാര്യതയോടെ എത്തി നിൽക്കുമ്പോൾ ഈ സാജിദ സാജി ആ പ്രേക്ഷകരെ മുഴുവൻ മറന്നു. തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പരമപുച്ഛത്തോടെയാണ് പറയുന്നത്. പ്രേക്ഷകരെ, നിങ്ങളൊന്നും അതിന് അർഹരല്ല. എൻ്റെ വിവാഹമൊന്നും
അറിയാനും അറിയിക്കാനും തക്ക അർഹരല്ല നിങ്ങൾ എന്ന് പറയുന്ന അഹങ്കാരം ആ സ്ത്രീയിൽ പിടിപെട്ടു. അല്ലെങ്കിൽ എന്താ ആ സ്ത്രീ ചെയ്യേണ്ടത്? വളരെ മാന്യമായ രീതിയിൽ പറയേണ്ടതുണ്ട്. ഇതാ എൻ്റെ വിവാഹം അത് ഇന്ന ദിവസമാണ് നടക്കുന്നത്, വരാൻ കഴിയുന്നത് അത്രയും നിങ്ങൾ എൻ്റെ നിക്കാഹിന് പങ്കെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മംഗളാശംസ നേരണം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ക്ഷണിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കതിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് എൻ്റെ ഈ വ്ലോഗ് കാണുന്നവരും ഇവിടെ എത്താൻ കഴിയുന്നവരും കൃത്യസമയത്ത് തന്നെ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം. എൻ്റെ സന്തോഷവും എൻ്റെ എല്ലാവിധ ആനന്ദവും നിങ്ങളുടേതു മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന ആ സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇതും കൂടെ പറയാമായിരുന്നു. മാത്രമല്ല, ഈ വ്ലോഗിൽ ആ സ്ത്രീ മറച്ചു വെച്ചിട്ടുള്ളത് തൻ്റെ ഭർത്താവ് ആരെന്ന്, തൻ്റെ ഭർത്താവ് ഏത് നാട്ടുകാരനാണെന്ന്, എവിടത്തുകാരനാണെന്ന്, എത്ര പ്രായമുള്ളവനാണെന്ന്, ഏത് രൂപത്തിലുള്ള, ഇതൊക്കെ അറിയാൻ ഈ സാജിദയുടെ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ആ പ്രേക്ഷകർ കൊതിക്കുന്നുണ്ട് കാണാൻ. മാത്രമല്ല, എ മുതൽ സെഡ് വരെ മീൻ മുറിക്കുന്നത്, കറി വെക്കുന്നത്, തേങ്ങ അരക്കുന്നത്, കുട്ടികളെ കുളിപ്പിക്കുന്നത് വരെ ഞാൻ പറയാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ലൈവായിട്ട് വ്ലോഗ് ചെയ്തിരുന്ന സാജിദ സാജി മഹർ ഇങ്ങനെ പൊക്കിക്കാണിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. ഈ വരനെയാവട്ടെ, പ്രതിശുദ്ധ വരനെ ആദ്യഘട്ടത്തിലും കാണിച്ചില്ല, വിവാഹത്തിനു ശേഷവും തൻ്റെ വരനെ കാണിച്ചില്ല. ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് സത്യമാണെങ്കിൽ. പക്ഷേ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് വെറും ഈ വസ്ത്രത്തിൻ്റെ വേഷത്തിൽ, അഥവാ മഹറണിഞ്ഞ് പുതിയ കല്യാണ വസ്ത്രത്തിൽ ഞാൻ നടക്കുകയാണ് എന്ന തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കി അവരെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ യൂട്യൂബ് റീച്ച് ധാരാളമുള്ളത് കൊണ്ട് നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട് എന്ന് പറയുന്ന ഒരു ഗർവ് ഇപ്പോൾ സാജിദയിൽ പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാം ലൈവായിട്ട് പ്രേക്ഷകരോട് പറഞ്ഞിരുന്ന സാജിദ എല്ലാം മറച്ചു വെച്ചിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് ശുദ്ധ തട്ടിപ്പാണ്, ശുദ്ധ നുണയാണ്, നിക്കാഹ് കഴിഞ്ഞു എന്നത് വെറുതെ പറയുകയാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇതിൻ്റെ സത്യാവസ്ഥ നാം അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിവാഹം ഇന്ന മാതിരിയൊക്കെ ആ വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പങ്ങൾ, തൻ്റെ അഭിപ്രായങ്ങൾ, അത് എപ്പോൾ വിവാഹം ചെയ്യണം, ചെയ്തുകൂടാ, ഇതൊക്കെ നിങ്ങളോട് അറിയിക്കുമെന്നൊക്കെ പറഞ്ഞ സാജിദ എല്ലാവരെയും മറന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സങ്കടകരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാജിദ ഈ പറയുന്ന വാക്കുകളൊക്കെ മൊത്തം നുണയായിരിക്കാനാണ് സാധ്യത. പുതിയ വിവരങ്ങൾ നമുക്ക് വരുന്നതിനനുസരിച്ച് മാത്രം ഇത് പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടും. അതുവരെ നിങ്ങൾക്ക് നന്ദി.